ഹലോ, ഞാൻ ഇന്നൊരു കഥ പറയാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. സംഭവം നടക്കുന്നത് +1-ലാണ്. ഞാൻ +1-ൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ദിവസം ക്ലാസ്സിൽ ഈശ്വര പ്രാർത്ഥന പാടുകയാണ്. അപ്പൊ ഈശ്വര പ്രാർത്ഥന കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇത് ഒരു പ്രത്യേക മതത്തെ, ഒരു ഭൂരിപക്ഷ മതത്തെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലേക്കല്ല, അതിന്റെ ദൈവത്തെ പറ്റി പറയുന്ന ഒരു ഈ പ്രാർത്ഥനയാണല്ലോ. അപ്പോൾ ക്ലാസ്സിൽ മറ്റു മതസ്ഥരായ കുട്ടികളുണ്ട്, അവരും അതിന് എണ്ണീച്ച് നിൽക്കുകയാണ്. അത് ശരിക്കും ഒരു തരം വഴങ്ങിക്കൊടുക്കലല്ലേ? അതിന്റെ ആവശ്യമുണ്ടോ? അല്ലെ തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എന്തിന് ഇങ്ങനെ ഒരു മതത്തെ അല്ലെ ഒരു ദൈവത്തെ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു പോകണം? അപ്പൊ ആ ഒരു ചിന്തയിൽ ഒരു ദിവസം ഞാൻ ക്ലാസ്സിൽ ഈശ്വര പ്രാർത്ഥനയ്ക്ക് എണ്ണീക്കാതെ ഇരുന്നു. അപ്പോ ക്ലാസ്സിൽ നിന്ന് അധ്യാപക മന്ത്രിന്റെ അടുത്ത് ചോദിച്ചു എന്ത് പറ്റി. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് കാര്യം പറഞ്ഞു. ഞാൻ അദ്ദേഹം അതിന് വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്റെ അടുത്ത് ഇരുന്നോളാൻ പറഞ്ഞു. പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിൽ പ്രശ്നം ഉണ്ടാവാൻ തുടങ്ങി. അതായത് മറ്റധ്യാപകർ വരുമ്പോൾ അവർക്കിത് പറ്റുന്നില്ല, ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവുന്നു, അങ്ങനെ തർക്കങ്ങൾ ഉണ്ടാവുന്നു. അതിനുശേഷം ഇത് നേരെ പ്രിൻസിപ്പളിന്റെ അടുത്ത് ചെല്ലുന്നു, അങ്ങനെ പ്രിൻസിപ്പൾ എന്നെ വിളിപ്പിക്കുന്നു. അങ്ങനെ അവിടെയും അത് ഒരു സന്ധി ചേർന്ന് പോകുന്നില്ല, അത് വലിയ വിഷയമാവുന്നു. അങ്ങനെ ഞാൻ എണ്ണീക്കില്ല, ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഞാൻ എണ്ണീക്കില്ല എന്നൊരു നിലപാടിലേക്ക് തന്നെ എത്തുന്നു. അവസാനം എന്റെ വീട്ടിലൊക്കെ വിളിക്കുന്നുണ്ട്. വീട്ടിൽ വിളിച്ച് ഒരു പേരന്റ്സ് മീറ്റിങ്ങിന് അമ്മയൊക്കെ വരുമ്പോ എന്നെ അമ്മയെ ഇരുത്തിക്കൊണ്ട് വളരെ വൈകാരികമായിട്ടൊക്കെ അമ്മയുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് നിയർലി ഞാൻ അതൊന്ന് പിന്തിരിയുന്നുണ്ട്. നിയർലി എന്നല്ല, ഞാൻ പിന്തിരിയുന്നുണ്ട്. ഒരു ദിവസം ശരിക്കും ഇതിന് വഴങ്ങിക്കൊണ്ട് എനിക്ക് എണ്ണീച്ച് നിൽക്കേണ്ടിയും വരുന്നുണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി സാറ് ഒരു പ്രസ്താവന, ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു മതത്തെയും ഒരു ദൈവത്തെയും, അതായത് ഒരു മതത്തിന്റെ പ്രത്യേക ദൈവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെ അവരെ പറ്റി പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള വിഭാഗത്തിനെ മാത്രം ഈ പരാമർശിച്ചു പോകുന്ന ഈശ്വര പ്രാർത്ഥനകൾ വേണ്ടെന്നാണ്. അപ്പൊ ഞാൻ അന്നെടുത്ത ആ ഒരു സമരം, അതിന്റെ സമരം എന്ന് തന്നെ ഞാൻ പറയും, ആ സമരം ഇന്ന് ബലം കണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എടുത്തൊരു സമരം ബലം കണ്ടുവന്നതിന്റെ അപ്പുറത്തേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, അതായത് കച്ചവടം പഠിക്കുന്ന അല്ലെങ്കിൽ ഈ ശാസ്ത്രം പഠിക്കുന്ന, ചരിത്രം പഠിക്കുന്ന സ്ഥാപനങ്ങൾ എന്തിന് ഒരു പ്രത്യേക മതത്തെയും ഒരു പ്രത്യേക ദൈവങ്ങളെയൊക്കെ ഇങ്ങനെ ഉദ്ധരിച്ച് അല്ലെന്നുണ്ടെങ്കിൽ പരാമർശിച്ചുകൊണ്ട് വേണം? ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും കൂടെയാണ് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് തന്നിരിക്കുന്നത്. താങ്ക് യു സർ.